അതിജീവിതയുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ കോടതി വിധിയിൽ ഒരു സംതൃപ്തി നൽകുന്നില്ല. ഞാൻ ഇന്നയാൾ കുറ്റക്കാരനാണോ ഇന്നയാൾ നിരപരാധിയാണോ എന്ന് പറയാൻ ഞാൻ പ്രാപ്തനല്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാണ്. അതാരാണ് എന്നുള്ളതിനെക്കുറിച്ച് എത്തിപ്പെടാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു തൃപ്തി നൽകാത്ത കാര്യം. 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കുമ്പോൾ 8ാം പ്രതിയെ കേന്ദ്രീകരിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ വളരെ വ്യക്തമാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് ഇതിൻ്റെ പിന്നിലൊരു കോൺസ്പിറസി ഉണ്ടായിരുന്നു, ആരോ ഉണ്ടായിരുന്നു. അത് കണ്ടെത്താൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണ പ്രോസിക്യൂഷന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിർഭാഗ്യകരമാണ്. നേരിട്ട് ഇടപെട്ടവർക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഈ കേസിൽ ഇടപെട്ടവർക്ക്. അല്ല, നേരിട്ട് ഇടപെട്ടത് അവരുടെ തന്നെ പരാമർശങ്ങൾ കൊട്ടേഷനാണെന്ന് പറയുന്നത്, അവർ വീഡിയോ എടുക്കുന്നത്, മറ്റാർക്കും അതിൻ്റെ തെളിവായി നൽകാൻ സാധിക്കുന്നത്, ഇതൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അത് ആര് ജയിച്ചു? അത് പ്രസക്തമായ ചോദ്യമല്ലേ. അതിനൊരു മറുപടി എന്തുകൊണ്ടോ കോടതിക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. ഈ അന്വേഷണ ചുമതലയുള്ളവർക്കും അത് ചെയ്യാൻ സാധിച്ചു. വ്യക്തിപരമായ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്.